കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടുകൂടെ. വിശുദ്ധ മർക്കോസ് അറിയിച്ച പരിശുദ്ധ സുവിശേഷത്തിൽ നിന്ന് കർത്താവേ അങ്ങേക്ക് മഹത്വം. അധ്യായം 3, 20, 21 തിരുവചനങ്ങൾ. അക്കാലത്ത് യേശു തൻ്റെ ശിഷ്യന്മാരോടൊപ്പം ഒരു ഭവനത്തിൽ പ്രവേശിച്ചു. ജനങ്ങൾ വീണ്ടും വന്നുകൂടിക്കൊണ്ടിരുന്നു. തന്മൂലം ഭക്ഷണം കഴിക്കാൻ പോലും അവർക്ക് കഴിഞ്ഞില്ല. അവൻ്റെ സ്വന്തക്കാർ ഇത് കേട്ട് അവനെ പിടിച്ചുകൊണ്ടു പോകാൻ പുറപ്പെട്ടു. കാരണം അവന് സുബോധം നഷ്ടപ്പെട്ടിരിക്കുന്നുവെന്ന് അവർ കേട്ടിരുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേക്ക് സ്തുതി. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഫ്രാൻസിസ് സാലസിനെ ഇതിനോടകം നിങ്ങൾ ഒത്തിരിയേറെ കാര്യങ്ങളിലൂടെ പരിചയപ്പെട്ടിട്ടുള്ള വ്യക്തികളാണ്. എല്ലാ വർഷവും ഇവിടെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴത്തേക്കും നമ്മൾ വിശുദ്ധ ഫ്രാൻസിസ് സാലസിൻ്റെ ജീവിതത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു പതിവ് നമുക്കുണ്ട്. 1567 ജനിച്ച ഈ വ്യക്തി ആകെ ജീവിച്ചത് 55 വർഷമേ ഉള്ളൂ. പക്ഷേ ഇതിനോടകം അദ്ദേഹത്തിന് ലോകത്തിന് നൽകാൻ പറ്റിയത് വലിയ സംഭാവനയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതിനോടകം എത്രമാത്രം ആത്മീയതയിലേക്ക് ഉയരാൻ ഈ വ്യക്തിക്ക് സാധിച്ചു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. ജ്ഞാനത്തിൻ്റെ പുസ്തകം 4:9 വായിച്ചാൽ അവിടെ പറയപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ദീർഘകാലം ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നതല്ല വലിയ കാര്യം. ജീവിക്കുന്ന കാലം നന്നായിട്ട് ജീവിക്കണം. എന്നിട്ട് അവിടെ പറഞ്ഞിരിക്കുകയാണ്, കറതീർന്ന ജീവിതം, അതാണ് പക്വതയാർന്ന വാർദ്ധക്യം. നമ്മൾ 30, 40 എത്ര വയസ്സിൽ മരിച്ചെന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. ജീവിച്ച കാലം കറതീർന്ന ജീവിതം ജീവിച്ചോ, പക്വതയാർന്ന വാർദ്ധക്യം നമുക്കുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി അതിന് പകരം നമ്മൾ 90, 99 അല്ലെ 100 വർഷമൊക്കെ ജീവിച്ചെങ്കിലും കറതീർന്ന ജീവിതമൊന്നും നയിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഈ ഇത്രയും വർഷം ജീവിച്ചത് കൊണ്ട് നമ്മൾ വലിയ നേട്ടമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഇതാണ് വിശുദ്ധ ഫ്രാൻസിസ് സാലസിൻ്റെ ജീവിതത്തിലേക്ക് നോക്കിയാലും നമുക്ക് കണ്ടെത്താൻ പറ്റുക. പണ്ഡിതനായിരുന്ന ഇദ്ദേഹം, നമുക്ക് പ്രത്യേകിച്ച് നമ്മുടെ ഭക്തജീവിത പ്രവേശിക പുസ്തകം ഒരു സ്പിരിച്വൽ ഗൈഡൻസാണ്. എൻ്റെ ഒരു പേജ് വായിച്ചാൽ മതി. എന്തെങ്കിലും നമുക്ക് ആത്മീയമായിട്ട് ചിന്തിക്കാനും വളരാനുമുള്ള കാര്യം അതിലുണ്ട്. ലവ് ഓഫ് ഗോഡ്, ദൈവസ്നേഹത്തെക്കുറിച്ച് ഇത്ര ആഴത്തിൽ പഠിപ്പിക്കണമെങ്കിൽ അതുപോലെ ദൈവസ്നേഹത്തിൽ വളർന്നൊരു വ്യക്തിക്ക് പറ്റത്തുള്ളൂ. ഇപ്പം നോക്കിയാൽ ഇത്രയും വർഷം കൊണ്ട് എത്രമാത്രം ജ്ഞാനിയായി മാറാൻ, അറിവുള്ള വ്യക്തിയായി മാറാൻ, അറിവ് പകർന്നു കൊടുക്കാൻ കഴിവുള്ള വ്യക്തിയായി മാറാൻ വിശുദ്ധ ഫ്രാൻസിസ് സാലസിന് കഴിഞ്ഞു എന്നുള്ളത് നമ്മൾ തിരിച്ചറിയും. അദ്ദേഹം നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. നമുക്ക് വളരെ പ്രാക്ടിക്കലായിട്ട്, പ്രായോഗികമായിട്ട് നമുക്ക് ചിന്തിക്കാനും എടുക്കാനും പറ്റുന്നൊരു കാര്യം. 2 കാര്യങ്ങൾ നിങ്ങൾ വില കൊടുത്ത് ചങ്കോട് ചേർത്ത് പിടിക്കുക. ഒന്ന്, ദൈവത്തെ സമീപിക്കുമ്പോൾ നമുക്കുണ്ടായിരിക്കേണ്ടത്. 2, മറ്റുള്ളവരോട് ഇടപഴകുമ്പോൾ നമുക്കുണ്ടായിരിക്കേണ്ടത്. അതാണ് അദ്ദേഹം പറഞ്ഞത്, ഹ്യൂമിലിറ്റി വെൻ യു അപ്രോച്ച് ഗാഡ്. ദൈവത്തെ സമീപിക്കുമ്പോൾ ഏതൊരു വ്യക്തിക്കും വേണ്ടത്, മാർപ്പാപ്പ മുതൽ താഴേക്ക് കപ്പ്യാർ വരെയാണേലും അവർക്കെല്ലാം ആവശ്യമായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞിരിക്കുകയാണ്, ഹ്യൂമിലിറ്റി, എളിമ. എളിമയിൽ നമ്മൾ വളരണം. ഇനി വിശുദ്ധ ഫ്രാൻസിസ് സാലസിൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന് കുറ്റങ്ങളും കുറവുകളൊക്കെ ഉണ്ടായിരുന്നു. മുൻകോപം, ഭയങ്കരമായിട്ടുള്ള മുൻകോപം. അദ്ദേഹം ബിഷപ്പായിട്ടും മുൻകോപം മാറിയില്ല. ബിഷപ്പല്ല, മാർപ്പാപ്പയായാലും മുൻകോപം മാറണമെന്നില്ല. അത് നല്ലതല്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഇരുന്ന് പ്രാർത്ഥിച്ചു, ഒത്തിരി പ്രാർത്ഥിച്ചു ഈ ഒരു ദുർഗുണം മാറാനായിട്ട്. അതുപോലെ തന്നെ അതിൻ്റെ വിപരീത പുണ്യം പരിശീലിച്ചു. അത് ഏത് ദുർഗുണം അകറ്റാനും ഏറ്റവും നല്ല മാർഗം വിപരീത പുണ്യം പരിശീലിക്കുക. നമ്മൾ വേണേൽ ഈ നേരത്തെയൊക്കെ ആയിരുന്നു, ഇപ്പം അങ്ങനെയൊന്നുമില്ല. കോഴിയൊക്കെ ഓടിച്ചിട്ട് പിടിച്ച് കൊന്നിട്ട് അതിൻ്റെ പപ്പും പൂടയും പറിക്കുന്നതിന് മുമ്പ് പച്ചവെള്ളത്തിൽ മുക്കിയിട്ട് തിളച്ച വെള്ളത്തിലേക്ക് മുക്കും. പിന്നെ വളരെ എളുപ്പമാണ്. എന്ന് പറഞ്ഞ പോലെ അദ്ദേഹം പഠിപ്പിക്കുന്നൊരു കാര്യമുണ്ട്, വിപരീത പുണ്യം. നീ അഹങ്കാരിയാണെങ്കിൽ എളിമ ബോധപൂർവം പരിശീലിക്കണം. പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ, പരിശീലിക്കണം. ചിലർക്ക് പ്രാർത്ഥനയില്ല, പരിശീലനമില്ല. പിന്നെ എങ്ങനെ ഒരു ചെറിയ ദുർഗുണമാണേലും മാറും? വേണേ 20ാമത്തെ വയസ്സിൽ തിരിച്ചറിഞ്ഞതാണ്, 80ാമത്തെ വയസ്സായിട്ടും നമുക്ക് മാറ്റമൊന്നുമില്ല.
ഇതല്ല പ്രാർത്ഥിക്കുന്നവരുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ടത്. പ്രാർത്ഥിക്കുകയും ഒപ്പം വിപരീത പുണ്യം പരിശീലിക്കുകയും ചെയ്യണം. അങ്ങനെയാണ് ഏതെങ്കിലും ഒരു ദുർഗുണമുണ്ടെങ്കിൽ മാറ്റിയെടുക്കാൻ പറ്റുക. ഒരവിശുദ്ധരുടെ ജീവിതം പഠിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. വർഷങ്ങളോളം ഒരു ദുർഗുണം വേണേ അവർക്ക് മനസ്സിലായി, അവർക്ക് അഹങ്കാരം ഉണ്ടെന്ന്, സംസാരത്തിൽ പിഴവ് വരുന്നുണ്ടെന്ന്, ജഡികതയുണ്ടെന്ന്, അങ്ങനെയുള്ള കാര്യങ്ങളെ നിയന്ത്രിച്ച് കീഴടക്കാൻ വേണ്ടി വർഷങ്ങളോളം അവരിരുന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെയാണ് കറതീർന്ന ഒരു ജീവിതം അവർക്കുണ്ടായത്. രണ്ടാമതൊരു കാര്യം നമ്മൾ പറഞ്ഞിരിക്കുകയാണ്, സൗമ്യത. സഹോദരങ്ങളുമായിട്ട് ഇടപഴകുമ്പോൾ സൗമ്യത. ചില കാണാൻ സാധിക്കും, ചെറുപ്പകാലത്തുണ്ടായിരുന്ന ഒരു മുൻകോപമാണ്. കല്യാണം കഴിച്ചിട്ടും മാറിയില്ല, മക്കൾ 3-4 പേരുണ്ടായിട്ടും മാറിയിട്ടില്ല, വയസ്സ് 80 മാറിയിട്ടില്ല. അപ്പോൾ ഇവർ ശരിക്കും ഇത് മാറ്റാനുള്ളൊരു പരിശ്രമം നടത്തിയിട്ടുണ്ടോ? ഇത്രയും മുൻകോപിയായിരുന്ന വിശുദ്ധ ഫ്രാൻസിസ് സാലസിനെ ഇന്ന് സഭ വിളിക്കുന്നത് സൗമ്യതയുടെ വിശുദ്ധൻ, ഏറ്റവും സൗമ്യനായ ഒരു വിശുദ്ധൻ. അങ്ങനെ ഒരു സാധ്യത ഉണ്ടെങ്കിൽ ആ വഴിക്ക് നമ്മളൊന്ന് നീങ്ങേണ്ടവരല്ലേ? അതിനൊരു പരിശ്രമം നമ്മൾ നടത്തേണ്ടവരല്ലേ? എന്തെങ്കിലുമൊക്കെ ദുർഗുണം നമുക്കുണ്ടെങ്കിൽ അതിനെ ഒന്ന് അമർത്താനും ആത്മീയതയിൽ തെളിച്ചമുണ്ടാകാനും നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യേണ്ടവരല്ലേ? അതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അദ്ദേഹത്തിൻ്റെ ആ ഒരു ആത്മീയത കൊണ്ടാണ് എത്ര കോൺഗ്രിഗേഷന് സ്വർഗീയ മധ്യസ്ഥനാണ് വിശുദ്ധ ഫ്രാൻസിസ് സാലസ്. ആത്മീയത അദ്ദേഹം പഠിപ്പിച്ചൊരു കാര്യമുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഒരു വീപ്പ നിറച്ച് വിനാഗർ എവിടെയെങ്കിലും വെക്കാം. തൊട്ടിപ്പുറത്ത് വേണമെങ്കിൽ ഒരു സ്പൂണിനകത്ത് 1 സ്പൂൺ തേൻ കൊണ്ടുവന്ന് വെക്കുക. എവിടെയായിരിക്കും ഈച്ച വരിക? ഉറപ്പായിട്ടും ഇത് തേൻ്റെ അടുത്തേക്ക്. അല്ലല്ലോ, ആ വീപ്പയ്ക്കകത്ത് നിറച്ചുണ്ടല്ലോ, അതാണല്ലോ വലുത് എന്ന് പറഞ്ഞ് അങ്ങോട്ടൊന്നും പോകാൻ പോകുന്നില്ല. നമ്മുടെ ശരീരത്തിൻ്റെ വലിപ്പമോ, നമ്മുടെ സൗന്ദര്യത്തിൻ്റെ വലിപ്പമോ, സമ്പത്തിൻ്റെ വലിപ്പമോ, ഇതുവല്ലാണോ മറ്റുള്ളവരെ ദൈവത്തിങ്കിലേക്ക് ആകർഷിക്കാൻ ഉപകരിക്കുക? അല്ല. ആത്മീയതയിൽ നമ്മൾ വളർന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അഭിഷേകമുള്ളവരിലേക്ക് മറ്റ് മക്കൾ ആകർഷിക്കപ്പെടും. അവർക്കും ദൈവത്തെ അറിയാൻ പറ്റും എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. വിശുദ്ധ ഫ്രാൻസിസ് സാലസ് നമ്മെ പ്രത്യേകം പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ആദ്യവാനിയിൽ നമ്മൾ കണ്ടത് എന്താ? നമ്മൾ കാണുകയാണ്, ദാവീദ് സാവൂളും അവൻ്റെ മക്കളും മരിച്ചത് കേട്ടിട്ട് കരയുന്നത്, വിലാപം ആചരിക്കുന്നു, ഉപവാസം നോക്കുന്നു. ആരാണ് ഈ സാവൂൾ? ഒരു കാലത്ത് ദാവീദിനെ കൊല്ലാൻ വേണ്ടി നോക്കി നടന്നവനാണ്. ഇന്നത്തെ മനുഷ്യരാണെങ്കിൽ മരിച്ചെന്ന് കേൾക്കുമ്പോൾ അവൻ അങ്ങനെ വരണം, എനിക്കിനി സമാധാനമായി, ഏതായാലും അവന് കിട്ടേണ്ടത് കിട്ടി, ഇങ്ങനെയൊക്കെ ചിന്തിച്ചു പോകുന്ന അവസ്ഥ ഉണ്ടാകാം. നോക്കി എത്രമാത്രം ആത്മീയതയുണ്ടായിരുന്ന അല്ലെങ്കിൽ ഉയർന്ന് ചിന്തിക്കാൻ പറ്റിയൊരു വ്യക്തിയാണ് ദാവീദ്. അതുകൊണ്ടാണ് മറ്റുള്ളവരുടെ വേദനയിൽ വേദനിക്കാനും മറ്റുള്ളവരുടെ സന്തോഷത്തിൽ സന്തോഷിക്കാനും അവന് പറ്റിയത്. അസൂയുള്ളവർക്ക് ഇത് ചെയ്യാൻ പറ്റത്തില്ല. മറ്റുള്ളവരുടെ വേദനയിൽ വേദനിക്കാനും അവരുടെ സന്തോഷത്തിൽ സന്തോഷിക്കാനും. ഇതാണ് ഒരു ക്രിസ്ത്യാനി ചെയ്യേണ്ടത്. റോമാലേഖനം 12:15 വായിച്ചാൽ, സന്തോഷിക്കുന്നവരോടൊപ്പം സന്തോഷിക്കണം, വേദനിക്കുന്നവരോടൊപ്പം വേദനിക്കണം. അവരാണ് യഥാർത്ഥ ക്രിസ്ത്യാനികൾ. അവരെ അവസ്ഥയിലേക്ക് നമ്മുടെ ജീവിതത്തെ ഉയർത്തുവാൻ, യഥാർത്ഥ ആത്മീയതയിൽ ജീവിക്കുവാൻ വേണ്ട കൃപയ്ക്കും അനുഗ്രഹത്തിനുമായിട്ട് ആത്മീയതയുടെ നിറകുടമായി മാറിയ വിശുദ്ധ ഫ്രാൻസിസ് സാലസിൻ്റെ മാധ്യസ്ഥം ഇന്നേ ദിവസം നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാൻ നമ്മുടെ വിശ്വാസം നമ്മൾ ഏറ്റുപറയുന്നു.